വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ശാന്തമായി പ്രാർത്ഥിക്കാം. കരുണവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾക്ക് നന്ദി പറയും. പലവിധ തിരക്കുകൾക്കിടയിൽ നിന്ന് ഞങ്ങളെ ശാന്തമായി നിന്റെ സന്നിധിയിൽ നിന്റെ വചനം കേൾക്കുവാൻ ഒരുമിച്ച് കൂട്ടിയ സ്നേഹത്തിന് താവേ സ്തുതിക്കുന്നു. ഈ മണിക്കൂർ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാകട്ടെ, കൃപയുടേതാകട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന സകലരെയും അവിടുത്തെ സ്നേഹത്താൽ പൊതിയുന്ന താവേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ അവിടുത്തെ വചനം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ മധ്യസ്ഥം വഹിക്കണമേ, പ്രാർത്ഥിക്കണമേ. മാലാഖമാരെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം. സങ്കീർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും: കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹവലയത്തിൻ്റെ ഉള്ളിലായിരിക്കും കർത്താവിനെ ആശ്രയിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ പ്രതികൂലതകളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പക്ഷേ അവൻ കർത്താവിൻ്റെ സ്നേഹവലയത്തിനുള്ളിലായിരിക്കും. ഇത് ബൈബിളിൽ പ്രത്യേകിച്ച് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 1-2 ഉദാഹരണങ്ങൾ ഈ നിമിഷം ധ്യാന വിഷയമാക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കർത്താവിനെ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്ന രംഗം സൂസന്നയുടെ
ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്കറിയാം, ചെറുപ്പം മുതൽ തന്നെ മോശയുടെ കൽപ്പനകളും നിയമങ്ങളുമൊക്കെ പഠിച്ച് മാതാപിതാക്കൾ നല്ല ശിക്ഷണത്തിൽ വളർത്തിയ സൂസന്ന എന്ന സുന്ദരിയായ പെൺകുട്ടി, അവൾ കുടുംബിനിയായി. അവളുടെ സൗന്ദര്യത്തിൽ ഇസ്രായേലിലെ 2 ന്യായാധിപന്മാർ ആകൃഷ്ടരായപ്പോൾ അവളെ പാപത്തിന് പ്രേരിപ്പിക്കുകയാണ്. അവരുടെ പ്രേരണയ്ക്ക് അവൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളെ ചതിയിൽ പെടുത്താൻ ഇവർ രണ്ടുപേരും കൂടെ ഉദ്യമിക്കുകയാണ്. അങ്ങനെ അവർ ചതിയിൽപ്പെടുത്തി. സൂസന്നയ്ക്കെതിരെ വ്യാജമായ ആരോപണമുണ്ടാക്കി. ഉദ്യാനത്തിൽ തോഴിമാരെ പറഞ്ഞുവിട്ട് അവൾ ഒരു യുവാവുമായി ആലിംഗനബദ്ധയായി എന്നുള്ള വ്യാജമായ ആരോപണം. ന്യായാധിപന്മാരാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സൂസന്നയ്ക്ക് അതിന് എതിരെ തെളിവുകളൊന്നും നിരത്താനില്ല. കാരണം ശരിയാണ്, ഉദ്യാനത്തിൽ തോഴിമാരില്ലാത്ത സമയമുണ്ടായിരുന്നു. അപ്പോഴാണ് ന്യായാധിപന്മാർ അവളെ വന്ന് പാപത്തിന് പ്രേരിപ്പിച്ചതും അവൾ നിരസിച്ചതും. ഈ ഒരു ഘട്ടത്തിൽ സൂസൻ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്. കർത്താവിനോട് നിലവിളിച്ചുകൊണ്ട് സൂസന്ന പറയുകയാണ്, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു പോയി. ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ് എന്ന് പറഞ്ഞാൽ നിത്യ മരണമാണ്. സമ്മതിച്ചില്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല. കർത്താവിന് മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഭേദം. അപ്പോൾ പാപം ചെയ്യുന്നതിനേക്കാൾ അപമാനം സഹിക്കുന്നതാണ് ഭേദം. അതാണ് കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇവർ അപമാനിക്കുവാണെങ്കിൽ അപമാനിച്ചോട്ടെ, പക്ഷെ ഞാൻ പാപം ചെയ്യില്ല. പാപം ചെയ്തിട്ടൊരു കോംപ്രമൈസിനും അവൾ തയ്യാറല്ല. അങ്ങനെ ഈ ന്യായാധിപന്മാർ അവൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, സാക്ഷികളെ നിരത്തുന്നു, ജനസഭ വിളിച്ചുകൂട്ടുന്നു. ഇവിടെ അവൾ നിലവിളിച്ചു, അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനം പ്രകാരമാണ്. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് കർത്താവിൽ ആശ്രയിച്ച്. വേറെ ആരുമില്ല സഹായിക്കാൻ, കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് സഹായിക്കുമോ? പ്രത്യക്ഷത്തിൽ കർത്താവിൻ്റെ ഒരു സഹായവും ലഭിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. ശ്രേഷ്ഠന്മാർ അവളെ മരണത്തിന് വിധിച്ചു എന്നാണ്. എന്നാൽ ഇവളുടെ നിലവിളി ദൈവമായ കർത്താവിൻ്റെ അടുക്കലെത്തി. കർത്താവിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ദാനിയേൽ എന്ന് പറയുന്ന യുവാവിനെ പരിശുദ്ധാത്മാവ് ഉണർത്തി. അവൻ ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടി വന്നിട്ട് പറയുകയാണ്, ഉച്ചത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, കൊലക്കളത്തിലേക്ക് സൂസനെ നയിക്കുമ്പോൾ ഇതാ ഒരു ചെറുപ്പക്കാരൻ ദാനിയേൽ ദൈവിക ചൈതന്യമുള്ളവൻ വന്ന് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പിന്നീട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായ ദാനിയേൽ ഈ ന്യായാധിപന്മാരെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കായി വിധിച്ച് ഇവരുടെ ആരോപണം വ്യാജമാണെന്ന് തെളിയിച്ച് സൂസന്നയ്ക്ക് വിധിച്ചിരുന്ന വിധി മരണശിക്ഷ ന്യായാധിപന്മാർക്ക് കൊടുത്ത് സൂസന്നയും കുടുംബവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഇടയാകുന്നൊരു രംഗം നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ ആശ്രയിച്ചാൽ അവിടുത്തെ സ്നേഹം ഏത് വിധത്തിലാണ് നമ്മളെ വലയം ചെയ്യുന്നത് നമുക്കറിയില്ലേ. ആശ്രയത്വം മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം, കോംപ്രമൈസിന് പോകരുത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റുന്ന പരാജയം എവിടെയാണ്? സൂസന്നയെപ്പോലെ മരണത്തിൻ്റെ മുമ്പിൽ പോലും പകച്ചു നിൽക്കാതെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്താൻ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവലയം തീർക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുകയാണ്, സ്വർഗത്തിലേക്ക് നോക്കണം. സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി. ചുറ്റും നിന്ന് ശത്രുക്കൾ കല്ലെറിയുമ്പോൾ അവൻ നോക്കിയത് ലോകത്തിലേക്കല്ല, സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ വിളങ്ങി. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മരണത്തെ സന്തോഷത്തോടെ അവൻ സ്വീകരിച്ചു. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാണ് ദൈവത്തിൽ ആശ്രയത്വം. ദൈവമോനെ സഭയുടെ ആദ്യ രക്തസാക്ഷിയാക്കി മാറ്റി. ഇന്നും അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം സ്തേഫാനോസ് വഴിയായി ലോകത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ ആശ്രയിക്കണം. കർത്താവിനെ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും.
ദാനിയേലിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ സിംഹക്കുഴിയിൽ അകപ്പെട്ടു പോയ ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്യുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ അടച്ച് 4 ദിവസമായി സിംഹങ്ങൾക്കും ദാനിയേലിനും വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ടിരിക്കുകയാണ്. ദാനിയേൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സിംഹം വാ തുറന്നവനെ വിഴുങ്ങുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സിംഹം ആ സിംഹത്തിൻ്റെ വാ പൂട്ടി. എന്നാൽ ദാനിയേലിന്റെ വിശപ്പ് ദൈവം അറിഞ്ഞു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന്റെ വിശപ്പ്, അവന്റെ ദാഹം കാണാതെ ദൈവത്തിന് പോവാനാവില്ല. ദാഹിക്കുന്നവന് ജീവജലം നൽകുന്ന ദൈവം, വിശക്കുന്നവന് വിശിഷ്ട വിഭവങ്ങൾ നൽകുന്ന ദൈവം അക്കാലത്ത് യൂദയായില് ഹബക്കൂക്ക് എന്ന് പറയുന്ന മനുഷ്യൻ, അവനിലൂടെയാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ജെറൂസലേമിൽ സിംഹക്കുഴി, അതിനെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാതെ യൂദയായിൽ തൻ്റെ കൃഷിയിടത്തിലേക്ക് ജോലിക്കാർക്ക് ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടു പോകുന്ന ഹബക്കൂക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് നിൽക്കുകയാണ്. ദൂതൻ വന്ന് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് യൂദയായിൽ നിന്ന് ഹബക്കൂക്കിനെ ദൈവത്തിന് ദൂതൻ പ്രേരിപ്പിക്കുകയാണ്, നീ അപ്പം ഭക്ഷണം കൊണ്ടുപോയി സിംഹക്കുഴി കൊടുക്കുക. അവൻ പറഞ്ഞു, ഞാൻ ബാബിലോണിനെ കുറിച്ചോ സിംഹക്കുഴിയെക്കുറിച്ചോ ഒന്നും കേട്ടിട്ടില്ല, ഞാൻ പിന്നെ ഇതെങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായു വേഗത്തിലെത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം, എത്രയോ സൂക്ഷ്മതയോടെയാണ്. വായു വേഗത്തിൽ അവിടെ എത്തിയ ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും, പ്രൈസ് ദി ലോർഡ്, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ദാനിയേൽ വിളിച്ചു പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിന് ഉപേക്ഷിക്കാനാവില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിന് ഉപേക്ഷിക്കാനാവില്ല. അവരെ ദൈവത്തിൻ്റെ സ്നേഹം പൊതിയും. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് നൽകിക്കൊണ്ടുള്ള സ്നേഹമാണ്. അവൻ്റെ നന്മയ്ക്കായി അവനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം ജീവിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിലും ഇത് സംഭവിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നില്ലേ, പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിലിട്ടു. മറ്റ് സകല കാരാഗൃഹവാസികളും കിടന്നുറങ്ങുന്ന അർദ്ധരാത്രി സമയത്ത് കർത്താവിൽ ആശ്രയിക്കുന്ന പൗലോസും ശീലാസും ഉച്ചത്തിൽ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളുടെ അടുക്കലേക്ക് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. കാരാഗൃഹത്തിൻ്റെ അടിത്തറ ഇളകി, ചങ്ങലകൾ അഴിഞ്ഞു വീണു, ഒടാമ്പലുകൾ തകർന്നു. ഇതൊന്നും സംഭവിക്കില്ലേ? നിന്റെ ജീവിതത്തിലെ വഴിമുട്ടി നിൽക്കുന്ന ബന്ധനത്തിൻ്റെ മേഖലകളിലേക്ക്, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളിലേക്ക് യേശു ഇറങ്ങി വരും. എപ്പോഴാ? കർത്താവിൽ ആശ്രയിക്കുക. അവിടെ നിന്റെ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ ശക്തി പ്രകടമാകും. എളിമപ്പെട്ടുകൊണ്ട് വിനീതമായ മനസ്സോടുകൂടി അഹങ്കാര ചിന്തകളും സ്വാർത്ഥതകളും തിന്മയുടെ ബന്ധനങ്ങളും തകർത്തെറിഞ്ഞ് ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നാമം
മഹത്വപ്പെടാൻ നിന്റെ ജീവിതത്തെ നീ വിട്ടുകൊടുത്താൽ, 34 സങ്കീർത്തനത്തിൽ 7-8 വചനങ്ങൾ, കർത്താവിന്റെ ദൂതർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ സംരക്ഷിക്കുന്നു. കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്ക വിധത്തിൽ സ്വാദിഷ്ടമായ വിഭവങ്ങളുമായി ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽപ്പെട്ട് തളർന്നു നിൽക്കുന്ന ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. എന്നിട്ട് ആ ദൂതൻ പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. ഞാൻ വന്നതല്ല, എന്നെ ഇങ്ങോട്ട് പ്രത്യേകം അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളിൽ, തളർച്ചകളിൽ, ഭയപ്പാടുകളിൽ നിന്നെ താങ്ങുന്ന ഒരു കരം വരും. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ ഭയപ്പെടേണ്ട. എന്നിട്ട് പറഞ്ഞൊരു വചനമാണ്, ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനം. നീ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മുതൽ നിന്റെ പ്രാർത്ഥന സ്വീകാര്യമായിരിക്കുന്നു. നീ ശരിയായി അറിയേണ്ടതിന്, ദൈവത്തെ അറിയേണ്ടതിന് നിന്നെ തന്നെ നീ എളിമപ്പെടുത്തി നിന്റെ ചിന്തകളും നിന്റെ ഇഷ്ടങ്ങളും ബലികഴിച്ച് ദൈവത്തിന് പൂർണ്ണമായി നിന്നെ സമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ അടുക്കലേക്ക് ഞാൻ വരുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ ദൂതൻ തടസ്സപ്പെടുത്തിയപ്പോൾ പ്രധാന ദൂതനായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. അവൻ പേർഷ്യ രാജ്യത്തിൻ്റെ ദൂതനെതിരെ യുദ്ധത്തിന് തയ്യാറായി വന്നപ്പോൾ ഞാൻ ഫ്രീ ആയി. അങ്ങനെയാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നത്. നമ്മളെ സഹായിക്കുന്ന ദൂതനെ തടഞ്ഞു നിർത്തുന്ന തിന്മയുടെ ശക്തികളെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും എളിമ കൊണ്ടും മാത്രമേ സ്വർഗീയ ദൂതനെ ഇറക്കാൻ കഴിയൂ. ആ സ്വർഗീയ ദൂതനെ ഇറങ്ങുമ്പോഴാണ് ആ തിന്മയുടെ ശക്തികളെ തകർത്തെറിയാൻ കഴിയുന്നത്. കർത്താവിനെ ആശ്രയിക്കുക. കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അങ്ങനെ ദാനിയേലിന്റെ സംരക്ഷണത്തിനായി ദൂതൻ വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഒരു കൊതി ഉണ്ടാവണം, ഒരു ദാഹം ഉണ്ടാവണം. ദാനിയേലിന്റെ ജീവിതത്തിൽ, സൂസന്യയുടെ ജീവിതത്തിൽ, പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ, പത്രോസിന്റെ കാരാഗൃഹത്തിൽ ഇറങ്ങി വന്ന ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇറങ്ങി വരുന്നില്ല? വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ. വിശ്വസിക്കണം. ദൈവം ഇറങ്ങി വരും. ദൈവത്തിന്റെ സ്നേഹം നിന്നെ വലയം ചെയ്യും. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ആ സ്നേഹ വലയം തീർക്കപ്പെടും. ആശ്രയിക്കണം. പണത്തെക്കാൾ, ജോലിയേക്കാൾ, ലോകസുഖങ്ങളെക്കാൾ, ലോകബന്ധങ്ങളെക്കാൾ, ലോക നേട്ടങ്ങളെക്കാൾ, ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ ദൈവത്തെ വിലമതിക്കണം. ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവഹിതത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. അവിടെ ദൈവം ഇറങ്ങി വരും. നിന്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യും. 32-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം തിരുവചനം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുത്തെ സ്നേഹം നിന്നെ വലയം ചെയ്യും. നീതിമാന്മാരെ കർത്താവിൽ ആഹ്ലാദിക്കുവിൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ചാർത്ത് വിളിക്കുവിൻ. നിന്റെ ജീവിതം ആഹ്ലാദിച്ചാർത്ത് വിളിക്കുന്ന ആനന്ദത്തിൻ്റെ ജീവിതമായി മാറണമെങ്കിൽ
ആശ്രയിക്കണം കർത്താവിനെ. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. താഴ്മയോടെ ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയാൽ അപ്പോൾ മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശാന്തമായി പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഈശോയെ, അവിടുത്തെ ആശ്രയിക്കുന്നത് അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ആശ്രയത്വത്തിൻ്റെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണം. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നിലും ആശ്രയം വയ്ക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, തകർച്ചകളെ എല്ലാം ചേർത്ത് വെച്ച് അങ്ങയുടെ സ്നേഹവലയത്തിനുള്ളിലായി ജീവിതം ആനന്ദദായകമാക്കുവാൻ, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാൻ തക്ക വിധമുള്ള അഭിഷേകം നിറയുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, തിരു ഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. അങ്ങനെ സ്നേഹം ഞങ്ങളെ വലയം ചെയ്യട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളും സ്വാധീനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലെ തലമുറകളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. ദൈവത്തിൽ ആശ്രയിക്കാതെ ലോകത്തിൽ ആശ്രയിക്കാൻ, പണത്തിൽ, ലോക സുഖങ്ങളിൽ, സ്ഥാനമാനങ്ങളിൽ, ലൗകിക വ്യഗ്രതകളിലുള്ള ഞങ്ങളുടെ എല്ലാ ആശ്രയത്വങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. വിശ്വാസത്തിൻ്റെ കൃപയുടെ അഭിഷേകം തരണമേ. ദൈവാശ്രയത്വം, ദൈവത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിന്റെ ശക്തി അയക്കണമേ. യേശുവേ, നിന്റെ സ്നേഹം ഞങ്ങളെ വലയം ചെയ്യട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ